കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇറാനിലെ തെരുവുകൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇറാനിലെ തെരുവുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും മധ്യ ഇറാനിൽ മുള്ളമാർ സ്ഥലം വിടുക എന്ന് ആ പ്രക്ഷോഭകാരികൾ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. ഏകാധിപതിക്ക് മരണം, ഏകാധിപതിക്ക് മയ്യത്ത് എന്ന മുദ്രാവാക്യം മുഴങ്ങുന്നുണ്ട്. മുഖ്യ നഗരങ്ങളിലൊക്കെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. കടകളൊക്കെ അടച്ചിട്ട് ആണ് പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. പിന്നെ ഒരു വീഡിയോ വളരെ വൈറലായിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ടിയാനൻമെനിൽ പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരാള് ഏകാഗിയായിട്ട് ഈ ടാങ്കുകളുടെയൊക്കെ വരുന്നതിൻ്റെ മുമ്പിൽ നിന്നതുപോലെ ഈ ബൈക്കുകളിൽ ഭടന്മാർ ഈ നഗര തെരുവുകളൊക്കെ ടെഹ്റാനിലേക്ക് കയറുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് തെരുവിൽ ഇതിൻ്റെ നേരെ നിൽക്കുന്ന ഒരു വീഡിയോ വൈറലായിട്ട് വന്നിട്ടുമുണ്ട്. അതിന് ടിയാനൻമെൻ സ്ക്വയർ സംഭവത്തിനോട് പലരും ഉപമിച്ചിട്ടുമുണ്ട്. അപ്പോൾ പ്രക്ഷോഭകരും ഈ സേനയും തമ്മിൽ പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടുന്നുണ്ട്, കല്ലേറുമൊക്കെ നടക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ ഡോളറിനെതിരെ റിയാല് തകർന്ന് തരിപ്പണായിരിക്കുന്നു. റിയാല് $1 42,000 റിയാൽ എന്നുള്ള അവസ്ഥയിലേക്ക് കൂപ്പൂത്തിരിക്കുന്നു. നമ്മൾ ഈ 90 രൂപ എന്ന് പറയുന്നില്ലേ, ഒരു ഡോളറിന് നേരെ 90 രൂപ എന്ന് പറയുന്നതാണ്. അവിടെ 42,000 രൂപ എണ്ണിക്കൊടുത്താലേ $1 കിട്ടുള്ളൂ. അത് ഈ അമേരിക്കൻ ഉപരോധം ട്രംപിൻ്റെ ആദ്യ ഊഴത്തിൽ 2015 മുതൽ ആണവ ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയല്ലോ. അന്ന് മുതലുള്ള സമ്മർദ്ദം ഒക്കെ ഇതിന്റെ കാരണമായിട്ട് പറയുന്നുണ്ട്. പണപ്പെരുപ്പം 42% ആണ് പണപ്പെരുപ്പം. നമ്മളൊക്കെ 3%, 4% പറയുന്നിടത്താണ് ഇത്. അപ്പോൾ 9.2 കോടി ജനമാണ് ഇറാനിലുള്ളത്. അപ്പോൾ ടെഹ്റാന്റെ ഹൈവേയിൽ സ്തംഭിച്ച് നിൽക്കുന്ന ഈ മനുഷ്യൻ ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിന്റെ പ്രതീകമാണ്. ആ സേനകളുടെ മുമ്പിൽ ഒറ്റയ്ക്കൊരാൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ 1989 ടിയാനൻമെൻ സംഭവം ആണ് പലരുടെയും ഓർമ്മയിൽ വരുന്നത്. ഇത് ഈ ഷായ്ക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങളാണ് പ്രക്ഷോഭകർ മുഴക്കുന്നത്. ഷാ ഭരണത്തിന് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ. IRNA എന്ന് പറയുന്നത് അവിടുത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ്. അവര് ഇതിനെ വളച്ചൊടിക്കുന്നുണ്ട്. ദേശാഭിമാനി സാധാരണ ചെയ്യുന്നത് പോലെ ഈ IRNA പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊബൈൽ ഫോൺ കച്ചവടക്കാരാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ചെറുതാക്കുക. എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ കച്ചവടക്കാർക്ക് ഈ റിയാല് തകർന്നതിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഇതൊരു സാമ്പത്തിക പ്രശ്നമായിട്ട് മാത്രം ചുരുക്കാൻ ആണ് അത് ശ്രമിക്കുന്നത്. അങ്ങനെയല്ല, ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്ഷോഭം കൂടിയായി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഞായറാഴ്ച മുതൽ ഈ പ്രക്ഷോഭം അവിടെ നടക്കുന്നുണ്ട്. 2022-23 മക്സ അമിനി മരിച്ചപ്പോഴാണ്, കൊല്ലപ്പെട്ടപ്പോൾ ആണ് ഏറ്റവും ഒടുവിൽ ഇതുപോലെ അവിടെ പ്രക്ഷോഭം ഉണ്ടായത്. തിങ്കളാഴ്ച ടെഹ്റാനിലും മഷ്ദാദിലും ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടി വന്നു. ജനങ്ങൾ പോലീസിനെതിരെയും സേനയ്ക്കെതിരെയും കല്ലെറിഞ്ഞപ്പോൾ. മധ്യ ടെഹ്റാനിൽ സർക്കാർ സ്ഥാപനങ്ങൾ, വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ വലിയ ആരവങ്ങളാണ് മുഴങ്ങുന്നത്. ഗ്രാൻഡ് ബസാറിൽ ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പ്രക്ഷോഭകർ പറയുന്നു. അപ്പോൾ റിയാല് തകർന്നപ്പോൾ ഭക്ഷണം, മരുന്ന്, അവശ്യ സാധനങ്ങളുടെയൊക്കെ വില കുതിച്ചുയർന്നു. അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചാണ് കഴിയുന്നത്. സെൻട്രൽ ബാങ്ക്, അവിടുത്തെ റിസർവ് ബാങ്കിന്റെ മേധാവി മുഹമ്മദ് റീസ ഫാർസിങ് രാജിവെച്ചു. ഇത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ബാങ്കിന്റെ ചീഫ് രാജിവെച്ചു പോയി. കടയുടമകളൊക്കെ തെരുവിലാണ്. ടെഹ്റാൻ, ഇസ്ഫഹാൻ, ഷിറാസ്, മഷ്ദാദ് നഗരങ്ങളൊക്കെ പ്രക്ഷോഭകരുടെ പിടിയിലാണ്.
അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞു, ഈ പ്രക്ഷോഭത്തിൽ ഒരു അത്ഭുതവുമില്ല, ഭരണകൂടം തീവ്രവാദികളുടേതാണ്, അഴിമതി നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം ഇറാനെ വീണ്ടും ആക്രമിച്ചേക്കാം എന്ന് ഒരു ഭീഷണി മുഴക്കിയിരുന്നു. ഹമാസിന് നരകമാണ് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ട്രംപിൻ്റെ ഭീഷണി, സമ്മർദ്ദം, അതിൻ്റെ പശ്ചാത്തലം കൂടി ട്രംപ് സൃഷ്ടിക്കുന്നതാണ് ഈ പ്രക്ഷോഭം എന്ന സംശയവും ചിലർ ഉയർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഈ ഇർണ IRNA ഉണ്ടല്ലോ, ഈ ഇറാൻ റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പറയുന്നതിനെ ഒരു കാരണവശാലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അത്തരം ഭരണകൂടങ്ങളുടെ ഒരു സ്വഭാവമാണ്. അതിപ്പോ ചൈനീസ് മാധ്യമങ്ങൾക്ക് ആ പ്രശ്നമുണ്ട്, പഴയ സോവിയറ്റ് യൂണിയൻ മാധ്യമങ്ങൾക്ക് ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ വയ്യ. ഇപ്പൊ ഒരു കാര്യമുള്ളത്, 79 വിപ്ലവത്തിന് ഇപ്പൊ എത്രയായി? 50 കൊല്ലം ആയിട്ടില്ല അല്ലേ? 45 കൊല്ലമാവുന്നു. അത്രയും കാലം ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് പിടിച്ചു നിന്നു എന്നത് തന്നെ മഹാത്ഭുതമാണ്. അതിഭീകരമായ നടപടികൾ കൊണ്ടാണ്, ഈ ഇരുമ്പുമറ കൊണ്ടാണ് പിടിച്ചു നിന്നത്. ഒരു കാര്യം ഉറപ്പാണ് സാർ, ഈ മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രത്തിന് ഈ ഗവേണൻസ് എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, ജനക്ഷേമം എന്ന് പറയുന്നൊരു ഏർപ്പാട്, രാജ്യത്തിൻ്റെ സുരക്ഷ, സാമ്പത്തിക വളർച്ച, ഇത്തരം സംഗതിയിൽ ഇത് ആവശ്യമായ പരിജ്ഞാനമോ ധാരണയോ നിർബന്ധമോ ഇല്ലല്ലോ. കാരണം ഇതിന് ആവേശം മാത്രം മതിയല്ലോ. ഷാ പഹ്ലവിക്കെതിരായി അവിടെ തെരുവിലിറക്കാൻ, ആളുകളെ ഇറക്കാൻ വിദേശത്തിരുന്നിട്ട് ആയത്തുള്ള ഖുമൈനിയുടെ മതപ്രസംഗം മാത്രം മതിയായിരുന്നു. ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ എളുപ്പമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഇത്രയും കൊല്ലം മതഭരണത്തിന് ഏകതാനത, മൊണോട്ടണി ഉണ്ടാവും, വിരസമായിരിക്കും. അതെ, ഇത് മഴവില്ല് പോലെയാണല്ലോ രാജ്യങ്ങൾ ഇരിക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും. എന്തെല്ലാം തരം വൈവിധ്യങ്ങൾ. ഇപ്പൊ ആ ഒരു ഉടുപ്പിടാനുള്ള അവകാശത്തിനല്ലേ ആ കുട്ടി അതിഭീകരമായിട്ട് ഭീകരകൃത്യങ്ങളാണ്. ഇപ്പൊ ഇറാനകത്ത് നിന്ന് തന്നെ എത്ര പേരാണ് രക്ഷപ്പെട്ടു പോയിട്ട് പുസ്തകങ്ങൾ എഴുതിയത് ഇറാൻ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരായിട്ട്. ഇപ്പൊ ഖുമൈനിക്ക് പകരം കാമിന് ഏകാധിപത്യമാണല്ലോ വലത്ത് നടക്കുന്നത്. അതിന് പറയാനുള്ള ന്യായം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക ചരിത്രത്തിലെ മാതൃക പ്രവാചകനാണ്. പ്രവാചകൻ ഒരേ സമയം ആത്മീയ നേതാവായിരുന്നു, അതേസമയം തന്നെ രാഷ്ട്രത്തലവനായിരുന്നു, അതേസമയം തന്നെ സൈനിക മേധാവിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഏകാധിപതി. ഇതിനൊക്കെ കൂടിയാലോചനകളൊക്കെ നടന്നിരുന്നുവെങ്കിലും അന്തിമമായി ഒരു ഏകാധിപത്യം തന്നെയാണല്ലോ. ആ സ്വഭാവത്തിലാണ് ഇവർ കൊണ്ടുവന്നത്. അതിൻ്റെ പ്രകടമായ അടയാളമാണല്ലോ ഇസ്ലാമികമായ ആവേശം കൊണ്ട് ഒരു രാജ്യം ഉണ്ടാക്കിയാൽ ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളതിൽ ലോകത്തിന് എത്ര മാതൃകയുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയാണല്ലോ ഒന്ന് താലിബാൻ, അഫ്ഗാനിസ്ഥാൻ. ഇത്രയേറെ നരകത്തിലൊരു ആംനസ്റ്റിയുടെ റിപ്പോർട്ടിന്റെ തലക്കെട്ട് തന്നെ അതായിരുന്നല്ലോ. ഭൂമിയിലൊരു നരകമുണ്ടെങ്കിൽ അത് ഇവിടെയാകുന്നു എന്ന് അഫ്ഗാനിസ്ഥാനെ കുറിച്ചാണ് പറഞ്ഞത്. കബറ് മാന്താൻ ആണ്, പട്ടിണി കിടന്നിട്ടേ കബറ് മാന്തിയിട്ട് മനുഷ്യന്റെ അസ്ഥി കിട്ടുമല്ലോ, അത് ഈ അസ്ഥി മാർക്കറ്റിൽ മൃഗങ്ങളുടെ എല്ല് വിൽക്കുന്ന മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇറാനെ കുറിച്ച് അതിനേക്കാൾ ഭീകരമായ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദാരിദ്ര്യം എന്ന് പറയുന്ന പ്രശ്നം, ഇറാൻ അവർക്ക് എണ്ണയുള്ളതുകൊണ്ട്, ലോകത്തിലെ ഏറ്റവും നന്നായിട്ട് എണ്ണയുള്ള രാജ്യമായതുകൊണ്ട് മാത്രമാണ് അവർ കുറച്ച് പിടിച്ചു നിന്നത്, ഇത്രയും കാലമെങ്കിലും പിടിച്ചു നിന്നത്. പിന്നെ മതമായിരുന്നല്ലോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അതിന്റെ ഭീകരത കൊണ്ടാണ് പിടിച്ചു നിന്നത്. ടിയാൻമെൻ സ്ക്വയർ എന്ന് പറഞ്ഞില്ലേ, നല്ല സൂചനയാണത്. ചൈന എങ്ങനെയാണോ, ചൈനക്ക് വേറൊരു കാര്യം ഉണ്ടായി. ചൈന ക്രമാനുഗതമായിട്ട് അതിഭീകരമായ അടിച്ചമർത്തൽ കൊണ്ടാണ് ആ രാജ്യം കെട്ടിപ്പടുത്തതെങ്കിലും ക്രമേണ പല കാര്യങ്ങളിലും ഉദാരമായി വന്നു പല കാര്യങ്ങളും. പക്ഷേ മനുഷ്യാവകാശത്തിൽ ഇപ്പോഴും നയം അതൊക്കെ തന്നെയാണ്. അത് എപ്പോൾ പൊട്ടിത്തെറിക്കുന്നു പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലേക്കാണ്. സാമ്പത്തികമായി എത്ര പുരോഗമിച്ചാലും മനുഷ്യന്റെ അവകാശം, സ്വാതന്ത്ര്യം തുടങ്ങിയ ഘടകങ്ങളുണ്ടല്ലോ. ടിയാൻമെൻ സ്ക്വയറിന് സമാനമായ ചിത്രം ഇപ്പോൾ ഇറാനിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നിന്നത് മഹാത്ഭുതം എന്ന് കൂട്ടിയാൽ മതി. തീർച്ചയായിട്ടും ഇപ്പോൾ കാംനെയി നടത്തുന്ന ഭരണവും ഏകാധിപത്യപരം തന്നെയാണ്. കാരണം ഇത് ഒരു പ്രതിഷേധിക്കുന്ന മനുഷ്യന്റെ പ്രതിഷേധം അങ്ങോട്ട് കേൾക്കാനുള്ള കാതില്ലല്ലോ, അതിനുള്ള ചാനലും ഇല്ല. ആകെയുള്ളത് ഇവര് വെളിപാടെന്ന വ്യാജേന പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏകാധിപത്യത്തിന്റെ സ്വരമാണല്ലോ, അടിച്ചമർത്തലിന്റെ ഒരു ശക്തിയാണല്ലോ കാണുന്നത്. അതായിരിക്കും ഇറാനിൽ നടക്കുന്നത്. ഇറാനിൽ ഇപ്പോൾ അതിന്റെ പരിണതി എന്താ? ഇത് എത്ര ദയനീയമാണ്. $1 42,000, എത്രയാ? 42,000 റിയാല് $1 കൊടുക്കുക എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു രാജ്യം പിടിച്ചു നിൽക്കുക? വെറുതെ അല്ലല്ലോ ജനങ്ങൾ തെരുവിലിറങ്ങുന്നുണ്ടാവുക. എളുപ്പമല്ല. എനിക്ക് തോന്നുന്നു എത്ര സാമ്പത്തികമായിട്ട് നശിച്ചിരിക്കുന്നു എന്നർത്ഥം. ഈ യമൻ പോലെയോ ആഫ്രിക്കയിലെ സിറാലിയോൺ പോലെയോ ഒക്കെ സാമ്പത്തികമായി വല്ലാതെ തകർന്നു പോയിരിക്കുന്നു സാർ.
അപ്പോൾ അത് പാകിസ്ഥാന്റെ യഥാർത്ഥ നാശം എന്താ? സാമ്പത്തികമാണല്ലോ. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എല്ലായിടത്തും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. മതം കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ സമഗ്രാധിപത്യപരമായ ഏതെങ്കിലും ഒരു നിലപാട് കൊണ്ടോ ഒരു രാജ്യത്തെ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നില്ല, മനുഷ്യന്റെ സ്വാതന്ത്ര്യം വല്ലാതെ പോലും ഹനിക്കപ്പെടുന്നുണ്ട്. ഒരു പൊട്ടിത്തെറിക്കാൻ കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ പൊട്ടിത്തെറിച്ചു വരും. അതാണല്ലോ പഴയ മുല്ലപ്പൂ വിപ്ലവം, ഓർമ്മയില്ലേ? ടുണീഷ്യയിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ട് 10-12 രാജ്യങ്ങളിലേക്ക് പടർന്നു കയറിയില്ലേ? അത് അടിച്ചമർത്താൻ എത്ര കഷ്ടപ്പെടേണ്ടി വന്നു പലയിടത്തും. അപ്പോൾ ഈ അവസ്ഥയാണ് ഇപ്പോൾ ഇറാനിൽ വരാൻ പോകുന്നത്. ഇറാനിൽ വരാൻ പോകുന്നു എന്നുള്ളത് അവരുടെ കയ്യിൽ ആവശ്യത്തിന് വിഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇസ്ലാം പോലുള്ള അതും സുന്നി ഇസ്ലാം അല്ല സർ. സുന്നി ഇസ്ലാമിനേക്കാളും ഭീകരമാണ്, സുന്നി ഇസ്ലാമിനേക്കാളും വൈകാരികമാണ് ഷിയ ഇസ്ലാം. ഷിയ ഇസ്ലാമിൻ്റെ വലിയ പ്രതീകമായ ഒരു രാജ്യം ഷാ പഹ്ലവി, അതും കൗതുകം നിറഞ്ഞൊരു വാർത്ത. എന്തായാലും ഈ സ്വയംകൃത അനർത്ഥം എന്ന് പറയുന്നതാണ്. കാരണം ഷിയ രാജ്യം എന്നൊക്കെ പറയുന്നതൊക്കെ ശരി, പക്ഷെ സുന്നികളായ ഹമാസിന് കാശ് കൊടുത്ത് പരിപോഷിപ്പിച്ചിരുന്ന രാജ്യവും അതെ സ്വയംകൃത അനർത്ഥം തന്നെയാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിക്കുന്നതാണല്ലോ. അതിന്റെ മാത്രമല്ല ഇതിൽ കൗതുകം തോന്നുന്നൊരു കാര്യം അതാണ്. ഇതിനേക്കാൾ എത്ര ഭേദമായിരുന്നു ഷാ എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഷിയ ഏകാധിപതിയായിരുന്നു, അദ്ദേഹത്തിന് യാതൊരു മറയില്ലാത്ത ഏകാധിപതിയാണ്, രാജവംശമാണ്. അവര് ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരോടും ഒത്തുപോയിരുന്നു, അമേരിക്കയോട് പോലും സഹകരിച്ചു പോയിരുന്നു എന്നുള്ള കുറ്റം. അപ്പോ ആ ഷാ ആയിരുന്നു ഇത്രയാതാണ്. ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ എന്തിന് നമ്മൾ ആ സായിപ്പിനെ തല്ലി ഓടിച്ചു എന്ന് പണ്ട് കവി ചോദിച്ച പോലെയാണ്. ഇക്കണ്ടതാണ് ഈ ഇറാനെങ്കിൽ, ഇതാണ് ഈ ഇസ്ലാമിന്റെ റിപ്പബ്ലിക് എങ്കിൽ എന്തിനാണ് ആ ഷായെ ഓടിച്ചത് എന്ന ചോദ്യം തന്നെയാണ് ഇറാനികൾ ചോദിക്കുന്നത്. ഇനി എത്ര നാൾ ഖമനേയി എന്നുള്ള ചോദ്യമാണ്. പ്രധാന ചോദ്യം അത് തന്നെയാണ്, എത്ര നാൾ ഖമനേയി. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.